ഹായ്, നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മളിന്ന് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ആക്റ്റീവ എങ്ങനെ പഠിക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പഠിച്ച് റോഡിലിറക്കാം. ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഞാൻ അതേ ടെക്നിക്ക് തന്നെയാണ് നിങ്ങളോടും പറയാൻ പോകുന്നത്. സിമ്പിളായിട്ട് പഠിക്കാവുന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയാലോ. വീട്ടിലേക്ക് പോകാം. ഹായ്, നമ്മുടെ കയ്യിലിപ്പം കിട്ടിയിരിക്കുന്ന DO ആണ്. ഇപ്പം എല്ലാം ഇത് സ്വിച്ചും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പിന്നെ ചിലപ്പോൾ വെയിറ്റ് വ്യത്യാസം കാണും, വലിപ്പ വ്യത്യാസം കാണും. ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇത് ലൈറ്റ് പാസ്, ഡിമ്മും പാസ്സൊക്കെ അടിക്കുന്നതിൻ്റെ ഇത് പിന്നെ ഇൻഡിക്കേറ്റർ. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്, ഇതതിൻ്റെ ഹോണ്. ഇതാണ് സ്വിച്ച് ബട്ടൺ. ഇത് കണ്ടോ, സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടർ ആയിട്ടുണ്ട്. ഇത് താപ്പോട്ട് ഇടണം. തിരിച്ച് വണ്ടി ഓഫ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ. ഇത് ചാവി. ഓൺ ഇങ്ങോട്ടാണ്. ഫുൾ ഇത് വണ്ടി ഇപ്പോൾ ഓണായി. നേരെ ഈ പൊസിഷനിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നത് ഇത് നമ്മുടെ ടാങ്ക് സീറ്റൊക്കെയാണിത്. സീറ്റ് കണ്ട, സീറ്റിൻ്റെ. പിന്നെ അടുത്ത ബട്ടൺ ഇത് മേപ്പോട്ടുള്ളത്. ഇതിൻ്റെ ഈ പോയിൻ്റ് വെച്ചിട്ടാണ്, മേളിലല്ല, ഈ രണ്ടാമത്തെ പോയിൻ്റ്. എന്നിട്ട് ഇത് പെട്രോൾ ടാങ്കിൻ്റെ കണ്ട. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫങ്ഷനൊക്കെ. അപ്പം നമ്മൾ തുടങ്ങിയാലോ. സൈഡ് സ്റ്റാൻഡാണ് ഇത് കണ്ടത്, സൈഡ് സ്റ്റാൻഡ്. പിന്നെ ലേഡീസ് എല്ലാം ചെയ്യുന്ന കാര്യമാണ്. സെൻറ്റർ സ്റ്റാൻഡ് ആരും വെക്കത്തില്ല, എപ്പോഴും സെൽഫ് അടിച്ച് പോവാണ്. അപ്പോൾ സെൽഫ് മാത്രം അടിക്കരുത്, ഈ കിക്കറിൻ്റെ അവിടെ ജാമായി പോകും, കംപ്ലൈൻറ്റ്. അപ്പോൾ അതിൽ കുറച്ചും ഹാൻഡ് പവറൊക്കെ വരാൻ വേണ്ടി ഇത് പെട്ടെന്ന് സിമ്പിളായിട്ട് സെൻറ്റർ സ്റ്റാൻഡ് വെക്കാവുന്ന രീതിയാണ്. സൈഡിലോട്ട് ചരിച്ചിട്ട് ആദ്യം ഇത്രയും കാര്യങ്ങൾ സെൻറ്റർ സ്റ്റാൻഡ് വെക്കാൻ പഠിക്കുക. സൈഡ് സ്റ്റാൻഡ് ഓൾറെഡി അറിയാമല്ലോ. സെൻറ്റർ സ്റ്റാൻഡ് വെക്കാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ കുറച്ച് കൈക്കൊക്കെ നല്ല പവർ വരും. അത് ഇവിടുന്ന് പഠിക്കുക. സെൻറ്റർ സ്റ്റാൻഡ് വെക്കുന്നത് എങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ ഇത് ചവിട്ടിയിട്ട് കയറി നിന്നാൽ മാത്രമേ, സിമ്പിളാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം വണ്ടി ഓടിക്കുന്ന പകരമായിട്ട് ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പകരമായിട്ട് ഒരു കുറച്ച് ഇറക്കം ഉള്ള സൈഡിലോട്ട് വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ആദ്യം ജസ്റ്റ് ഒന്ന് പഠിക്കുക. ജസ്റ്റ് ബാലൻസ്. നമുക്ക് ഇത്രയേ ഉള്ളൂ, വണ്ടി കയറി ഇരിക്കുക. ഈ സൈഡിലോട്ട് കഴിഞ്ഞാൽ ഈ പേടിയൊന്നും മാറാൻ വേണ്ടിയുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, വെയിറ്റ് ഒന്നുമില്ല വണ്ടി. ഇത് വെയിറ്റ് കുറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ നമ്മളുടെ ഇല്ല സ്ഥലമാണ്, അവിടെയാണ് കുറച്ച് ഇറക്കമുള്ളത്. അവിടെ ജസ്റ്റ് നിങ്ങൾ 2-3 ഇത് പ്രാക്ടീസ് ചെയ്യണം. കുറേ ഈ ഇറക്കത്തിന് അവിടെ കൊണ്ടിട്ട് വണ്ടി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കഴിയുമ്പോഴത്തേക്ക് കയ്യിൽ ബാലൻസ് വരും. പെട്ടെന്ന് ഒന്നുകൂടെ സിമ്പിളായിരിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട, അങ്ങനെ വണ്ടി ഉരുട്ടിയാൽ മാത്രം മതി. അപ്പോൾ പെട്ടെന്നുള്ള പേടി മാറി കിട്ടുന്നത്. എന്നിട്ട് സൈഡ് ചേർത്ത് വണ്ടി ചവിടി നിർത്തുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ആദ്യം സെൽഫേ അടിക്കേണ്ട, സെൻറ്റർ സ്റ്റാൻഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കൈക്ക് ഇച്ചിരി പവർ വരും. താക്കോൽ ഓണാക്കുന്നു. താക്കോൽ ഓണാക്കി ഇത് സ്റ്റാർട്ടിങ് ബട്ടണോട്ട് ആക്കണം. സ്റ്റിക്കർ അടിക്കുന്നത് ഇത് ഫുള്ള് താഴണം. മുന്നോട്ട് കാണിക്കാൻ കിക്കർ അടിക്കുന്നത്. ഇങ്ങനെ ഫുള്ള് ചവിട്ടിയിട്ട് ഫുള്ള് കാല് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫുള്ള് ഇത്രയേ ഉള്ളൂ. ചെറുതായിട്ട് കൈ കൊടുക്കുക. നമുക്ക് ആ പേടി മാറും. നമ്മൾ കൈ കൊടുക്കുന്നതനുസരിച്ച് ഇത് പവർ കറങ്ങിക്കോട്ടെ. ഇത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് പഠിക്കും. കൈ കൂട്ടുന്നു, കൈ കുറയ്ക്കുന്നു. പിന്നെ 2 ബ്രേക്ക്. ഇത്രയേ ഉള്ളൂ, പഠിക്കാനൊന്നുമില്ല. ഇതുണ്ട് പേര് കൂട്ടുന്നതനുസരിച്ച് ഇത്ര ഇതുകൂടെ ചെയ്ത് പഠിക്കുക. അപ്പം പെട്ടെന്ന് നമുക്ക് പേടിയൊക്കെ മാറിക്കിട്ടും. പിന്നെ ഇത് 2 ബ്രേക്ക്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എതിരെ
വണ്ടി വല്ലതും വരുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പേടി തോന്നുന്നു, നിങ്ങൾ ഓടിക്കണ്ട, വണ്ടി അവിടെ നിർത്തുക, ഇതേ തന്നെ കൈ എടുക്കണം. ഇതേ പേടിച്ചിട്ട് എല്ലാവരും കൈ ഇങ്ങനെ കൊടുക്കും, ഇത് കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ കൈ അങ്ങ് എടുത്തേക്കണം. പേടിച്ചിട്ട് കൈ കൊടുക്കരുത്. ഹാൻഡിലേൽ എല്ലാവരും പേടിച്ചിട്ട് വണ്ടി വരുമ്പോൾ കൈ ഇങ്ങനെ കൊടുക്കും, കൈ കൊടുക്കില്ല, കൈ അങ്ങ് വിട്ടേക്കുന്നതുകൊണ്ട് ഇത് 2 ബ്രേക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബ്രേക്കായിട്ട് പിടിക്കരുത്. പിടിക്കുമ്പോൾ എപ്പോഴും ഇത് ഹാഫ് ഇത് ഹാഫ് ഇങ്ങനെ പിടിക്കുക, പകുതി ഹാഫ് പിടിക്കുക ഇങ്ങനെ. പിന്നെ വളവ് വരുമ്പോൾ ഈ ആക്സിലേറ്റർ കൈ ഫുള്ള് കുറയ്ക്കണം, ബ്രേക്ക് മാത്രം ചെറുതായിട്ട് അപ്ലൈ ചെയ്യണം. ആക്സിലേറ്റർ കൈ കൊടുത്തുകൊണ്ട് വളവ് തിരിക്കരുത്. ഇത്രയേ ഉള്ളൂ പഠിക്കുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഓടിക്കുന്ന രീതി കാണിച്ചു തരാം. നമ്മളിപ്പോൾ കയറിയിരുന്നു, ജസ്റ്റ് ഇതുണ്ടോ, നമ്മൾ കൈ കൊടുക്കുന്നതനുസരിച്ചേ വണ്ടി പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വേണം കൈ കൊടുക്കും നിൽക്കണമെങ്കിൽ 2 ബ്രേക്കെല്ലാം പിടിച്ച് നിർത്തി ആദ്യം ഇങ്ങനെ ഓടിച്ച് കൊടുക്കുക, പേടി മാറും. 2 ബ്രേക്ക് പിടിച്ച് പിടിക്കുന്നു. നിങ്ങൾ പഠിക്കാനൊന്നുമില്ല, ഇത് കൂട്ടുന്നു കുറയ്ക്കുന്നു ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കൈ കൊടുക്കുന്നു, പെതുക്കെ കൈ കൊടുക്കുക. പിന്നൊരു കാര്യം, നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് നമ്മൾ നടക്കേണ്ടത് ഏത് സൈഡിൽ കൂടെ, വണ്ടി ഓടിക്കുന്ന ഏത് സൈഡിൽ കൂടെ തീർച്ചയായിട്ടും എല്ലാം ഞാൻ മിക്ക ആൾക്കാരുടെയൊക്കെ ചോദിക്കുമ്പോൾ തെറ്റായിട്ടാണ് പറയുന്നത്. നടക്കുന്ന ഇതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇടത് സൈഡാണ്. അപ്പോൾ അത് പാടില്ല. നമ്മൾ നടക്കുന്നത് വലത് സൈഡിൽ കൂടും, വാഹനം ഓടിക്കുന്നത് ഇടത് സൈഡും ചേർന്നാണ്. അതപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും വണ്ടി നമ്മുടെ ഇടതുവശം, ഇടത് ഹാൻഡ് ഇടത് കൈ എവിടെയാണോ അതേ ചേർന്നാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. നടക്കുമ്പോൾ നമ്മുടെ വലത് കൈ എവിടെയാണോ അവിടെ ചേർന്നാണ് നടക്കുന്നത്. ഇത് 2 ശ്രദ്ധിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. 2 ശ്രദ്ധിക്കണം, നടക്കുമ്പോഴായാലും വണ്ടി ഓടിക്കുമ്പോഴായാലും ശ്രദ്ധിക്കണം. അടുത്ത വണ്ടി വേണ്ട, നമ്മൾ പെതുക്കെ കൈ കൊടുക്കുക, നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പേടി തോന്നുമ്പോൾ വണ്ടി അവിടെ സൈഡിൽ ചവിട്ടി നിർത്തുക. ഇപ്പോൾ ഒരു വണ്ടി അനുസരിച്ച് വണ്ടി പോകത്തില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇപ്പോൾ വണ്ടി വരുന്നു, നിങ്ങൾ പേടിച്ച് കൈ കൊടുക്കുമ്പോഴാണ് വണ്ടി എവിടെയും ചെന്ന് കയറുന്നത്. അതുകൊണ്ട് സിമ്പിളായിട്ട് അങ്ങ് ഇരിക്കുക, ഹാൻഡിൽ ഇങ്ങനെ നടന്ന് വെട്ടിക്കാതിരിക്കുക, ഇച്ചിരി പവറെ പിടിക്കുക. അതിനാണ് പറഞ്ഞത് കുറച്ച് ഹാൻഡ് ബാലൻസ് വരാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് സെൻറ്റർ സ്റ്റാൻഡ് വെച്ച് പഠിക്കുക. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് ബാലൻസ് ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കില്ല അവിടം വരെ പോകുന്നത്. ഇത്രയേ ഉള്ളൂ, കൈ കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ബാലൻസ് കിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾ ഇങ്ങനെ ഇത്രയും സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹാൻഡ് വെട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 20-25 മേളിലെ വണ്ടി പോയാൽ മാത്രമേ കൈക്ക് കറക്റ്റ് ബാലൻസ് കിട്ടത്തുള്ളൂ. ഇങ്ങനെ പോയാൽ ആർക്കും ബാലൻസ് കിട്ടത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വണ്ടി പഠിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സിമ്പിളാണ്, 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വണ്ടി പഠിക്കാം. അപ്പം വീണ്ടും അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും